Hey guys and welcome back to Best Car Picks. നമ്മൾ കഴിഞ്ഞ ദിവസം പുതിയ സിയേറ ഇവയുടെ ബേസ് മോഡൽ അതായത് പ്യൂർ എന്ന് പറഞ്ഞ വേരിയന്റ് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ജസ്റ്റ് ഈ ഒരു ഇമാജിനേറ്റർ വെച്ചിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ നമുക്ക് പ്യൂറസ് ഉണ്ട്. പക്ഷേ പ്യൂറസിൽ ബേസിക്കലി നമ്മുടെ ഈ ഫ്രണ്ട് ഫോഗ് ലാംപ്സ്, പാനോറമിക് സൺറൂഫ്, വോയിസ് അസിസ്റ്റന്റ് അങ്ങനത്തെ സാധനങ്ങൾ, അതായത് സൺറൂഫിനുള്ള വോയിസ് കമ്പനി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് എക്സ്ട്രാ കിട്ടുന്നത്. എന്തായാലും അതിൻ്റെ മുകളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അഡ്വഞ്ചർ എന്ന് പറഞ്ഞ വേരിയന്റ് വരും. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സാണ് എക്സ്ട്രാ കിട്ടുന്നത്, പ്രൈസ് ഡിഫറൻസ് എന്തൊക്കെയാണ്, ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അത്യാവശ്യം നല്ലൊരു വേരിയന്റ് ആണ്, ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. പക്ഷേ പ്രൈസ് ഡിഫറൻസ് ആണ് പ്രശ്നം. ഇനി നമുക്ക് ഫ്രണ്ട് ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ടോപ്പിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്, ഒരു കോംപ്രമൈസും ഇല്ല. LED കണക്റ്റഡ് DRLs ഉണ്ട്, അതുപോലെ LED ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, LED ഹെഡ് ലാംപ്സ് ഉണ്ട്, LED പ്രൊജക്ടർ ഫോഗ്, അതായത് LED ഫോഗ് ലാംപ്സ് വിത്ത് കോർണറിംഗ് ഫംഗ്ഷനും വരുന്നുണ്ട്. ഈ ഫോഗ് ലാംപ്സ് ആക്ച്വലി പ്യുവർ S മുതൽ തന്നെ കിട്ടുന്നതാണ്, അത് ഇതിൻ്റെ അകത്ത് മാത്രമല്ല. പക്ഷേ ഇനി സൈഡിലേക്ക് വരികയാണെങ്കിൽ ഡയമെൻഷൻസും കാര്യങ്ങളും വ്യത്യാസമില്ല. നമുക്ക് ടാറ്റാ ടിവിയുടെ ബാഡ്ജിങ്, പിന്നെ ബേസ് വേരിയന്റിൽ വരുന്ന സെയിം അലോയ്സ് തന്നെയാണ്. സംഭവം 18 ഇഞ്ചാണ് അവർ സ്റ്റാൻഡേർഡായിട്ട് കൊടുക്കുന്നത്. അതേ സെയിം ടയർ സൈസ് തന്നെയാണ് നമുക്ക് ഇതിനകത്തും കിട്ടുന്നത്. ഡിസൈനും ആക്ച്വലി സെയിം ആണ്. സൈഡിൽ പിന്നെ നമുക്ക് ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ആൻഡ് ഇതിൻ്റെ അകത്ത് പാനോറമിക് സൺറൂഫ് ഒക്കെ നിങ്ങൾക്ക് കാണാം. പിന്നെ നമ്മുടെ മിറേഴ്സ് എടുക്കുകയാണെങ്കിൽ അത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്, ഓട്ടോ ഫോൾഡിംഗ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ പ്യുവർ എസ് വേരിയന്റ് പോലെയാണ് ആക്ച്വലി ഓട്ടോ ഫോൾഡിംഗ് വന്ന് തുടങ്ങുന്നത്. ബേസ് വേരിയന്റ് ഓട്ടോ ഫോൾഡിംഗ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു, പക്ഷേ അത് ആക്ച്വലി ഇല്ല. പിന്നെ നമുക്ക് ഷാർക്ക് ഫിനാൻസിനും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഡെഫിനറ്റ്ലി കിട്ടുന്നുണ്ട്. ആൻഡ് കളർ ഓപ്ഷൻസിൻ്റെ കേസ് അതും നമുക്ക് ഈ ഒരു വേരിയന്റ് അഡ്വഞ്ചർ മുതലാണ് 5 കളേഴ്സ് കിട്ടുന്നത്. അതായത് മഞ്ഞ പിന്നെ റെഡ് ഒക്കെ അവൈലബിൾ ആണ്. ബേസിക് വേരിയന്റ് ആയാലും പ്യുവർ എസ് ആണെങ്കിലും നമുക്ക് ആകെപ്പാടെ 3 കളേഴ്സ്, അതായത് ഈ ഗ്രേ, വൈറ്റ്, സിൽവർ അങ്ങനത്തെ കളേഴ്സ് മാത്രമേ ഉള്ളത്. ടാറ്റയുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ റിയർ വൈപ്പർ വാഷർ D4 എല്ലാം ബേസ് മോഡൽ മുതൽ കിട്ടുന്നതാണ്, അത് ഹിഡൻ ആണ്, അതുകൊണ്ടാണ് അറിയാത്തത്. പിന്നെ നമ്മുടെ കണക്റ്റഡ് ടെയിൽ ലാംപ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതായത് സിയേറ ടിവിയുടെ ബാഡ്ജിങ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെയാണ് ഈ വണ്ടിയിൽ നമുക്ക് എക്സ്റ്റീരിയറിൽ ഫീച്ചേഴ്സ് ആയിട്ട് പറയാൻ പറ്റുന്നത്. സോ അത്യാവശ്യം എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ടോപ്പിൻ്റെ നിന്ന് മിസ് ഔട്ടായി പോകുന്ന 19 ഇഞ്ച് വീൽസ് മാത്രമേ ഉള്ളൂ. 360 ഡിഗ്രി ക്യാമറയുടെ കട്ടൗട്ടും ഇവർ മൊത്തത്തിൽ ത്രൂ ഔട്ട് കൊടുത്തിട്ടുണ്ട്. ടോപ്പിനാണെങ്കിൽ 540 ഡിഗ്രി കിട്ടും, പക്ഷേ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ഇനി നമുക്ക് ഇന്റീരിയറിലേക്ക് വരാം. ഇവിടെ എന്തൊക്കെയാണ് എക്സ്ട്രാ ഫീച്ചേഴ്സ് കിട്ടുന്നത് എന്ന് നോക്കാം. ഈ ഡാഷ്ബോർഡൊക്കെ കണ്ടില്ലേ, അതിലേക്ക് നമുക്ക് വരാം. പക്ഷേ എന്തായാലും സ്റ്റിയറിംഗ് വീൽ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ടോപ്പിലുള്ള സെയിം കൺട്രോൾസ് ഒക്കെ തന്നെ അവൈലബിൾ ആണ്. എഡാസ് ഒന്നും ഈ വേരിയന്റിലില്ല, പക്ഷേ ക്രൂസ് കൺട്രോൾ, സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ് ഒക്കെ ബേസ് മോഡൽ കിട്ടുന്ന പോലെ ഉണ്ട്. എക്സ്ട്രാ ആയിട്ട് ഈ വേരിയന്റ് പോലെ നമുക്ക് ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് ആണ് കിട്ടുന്നത്. പിന്നെ ടോപ്പിൽ 2 കളറാണ്, അത് പെട്ടെന്ന് ചെളിയാവുന്നൊരു പ്രശ്നമുണ്ട്. ഇത് പിന്നെ ഫുൾ ബ്ലാക്ക് ആയതുകൊണ്ട് ചെളിയാവുന്ന പ്രശ്നമൊന്നും ഏതായാലും ഉണ്ടാവില്ല. ഇൻസ്ട്രുമെന്റ് ലിസ്റ്റ് ആണെങ്കിൽ നമുക്ക് ബേസ് മോഡൽ മുതൽ ഈ സെയിം 10.25 ഇഞ്ചസിൻ്റെ യൂണിറ്റ് ആണ് കിട്ടുന്നത്. അതിൻ്റെ അകത്ത് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്, അതായത് എല്ലാ ഇൻഫർമേഷൻ സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ബ്ലൈൻഡ് വ്യൂ മോണിറ്റർ നമുക്ക് 360 ഡിഗ്രി ക്യാമറ ഉള്ളതുകൊണ്ട് കിട്ടുകയും ചെയ്യും. ഇനിയിപ്പോൾ ഡോർ പാഡ്സ് എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ആവശ്യമുള്ള എല്ലാ കൺട്രോൾസും ചെറിയ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ വണ്ടിയിൽ 4 ടെറൈൻ മോഡ്സ്, അതായത് ഡ്രൈ, വെറ്റ്, സാൻഡ് അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവർ ഈ ഒരു മോഡൽ മുതലാണ് കൊടുത്തു തുടങ്ങുന്നത്. പിന്നെ നമുക്ക് ഡ്രൈവ് മോഡ്സും വരുന്നുണ്ട്, സ്പോട്ട് അങ്ങനെ സാധനങ്ങളൊക്കെ. സോ അത് ബേസ് മോഡലിൽ ഇല്ലാത്ത സംഭവമാണ്. എഗെയിൻ ടെറൈൻ മോഡ്സ് കൊണ്ട് ഈ വണ്ടിയിൽ എന്ത് ചെയ്യാനാണെന്ന് എനിക്കറിയില്ല. ഇത് ക്വാഡ് വീൽ ഡ്രൈവ് എന്നല്ല, റിയൽ ഡ്രൈവ് ആണ്, പക്ഷേ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി നമ്മുടെ സെൻറ്റർ സ്ക്രീനിലേക്ക് വരികയാണെങ്കിൽ 12.3 ഇഞ്ചസിൻ്റെ സ്ക്രീനാണ് അവർ നമുക്ക് ബേസ് മോഡൽ മുതലാണ് തരുന്നത്. ഞാൻ നേരത്തെ ബേസ് മോഡൽ വീഡിയോയിൽ പറഞ്ഞാൽ RK-TV എന്ന് പറഞ്ഞായിരുന്നു. അത് ആക്ച്വലി നമുക്ക് ഈ ഒരു വേരിയന്റ് മുതലാണ് കിട്ടുന്നത്. RK-TV എന്ന് പറയുമ്പോൾ 30+ ഫീച്ചേഴ്സ് അവരിൻ്റെ അകത്ത് ഈ സ്ക്രീനിൻ്റെ അകത്ത് തന്നെ ഇൻബിൽട്ട് ആയിട്ട് തന്നെ ആപ്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ എയർ കൺസോൾ എന്ന് പറഞ്ഞൊരു സാധനം, അതായത് വണ്ടിയിലിരിക്കുന്ന എല്ലാവർക്കും അവരുടെ ഫോൺ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് 4 പേർക്ക് 3 പേർക്ക് എത്രയാണെന്ന് വെച്ചാൽ ഗെയിം കളിക്കാൻ പറ്റും. അതും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വയർലെസ് ചാർജർ, അതുപോലെ നമ്മുടെ വയർലെസ് അണ്ടർറൂട്ട് ആപ്പിൾ കാർപ്ലേ ഒക്കെ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ സ്ക്രീനിൻ്റെ അകത്തുള്ള ബാക്കി സാധനങ്ങൾ നമ്മുടെ IRA കണക്റ്റഡ് കാർട്ടൊക്കെ 70+ ഫീച്ചേഴ്സ് ബേസ് മോഡൽ അവർ കൊടുക്കുന്നതാണ്. പിന്നെ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മാപ്പ് തന്നെ നമുക്കൊരു നാവിഗേഷൻ, അതായത് ചാർജ് എത്ര % ഇപ്പോൾ ഉള്ളത്, നമ്മളവിടെ എത്തുമ്പോൾ എത്ര % ആയിരിക്കും, അങ്ങനെ സാധനങ്ങളൊക്കെ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യും. സോ സ്ക്രീനിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഇനി താഴത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് സിംഗിൾ സോൺ ഓട്ടോ AC ബേസ് മോഡൽ മുതൽ കിട്ടുന്നതാണ്. ഇതിനകത്ത് സിംഗിൾ സോണാണ് വരുന്നത്. മുകളിലേക്ക് പോകണമെങ്കിൽ ഡ്യുവൽ സോൺ AC ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ താഴത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഉണ്ട്, ഫ്രണ്ടിൽ ആംറസ്റ്റ് ഉണ്ട്, പിന്നെ വയർലെസ് ചാർജർ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. നമുക്ക് ഈ ഒരു വേരിയന്റ് മുതൽ JBLൻ്റെ 12 സ്പീക്കർ മറ്റേ ബ്ലാക്ക് സീരീസിലുള്ള സ്പീക്കേഴ്സ് ആയിരിക്കും കിട്ടുന്നത്. അത് ഡോൾബി അറ്റ്മോസ് ഈ വേരിയന്റ് അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ ഫിനിഷാണ് മഞ്ഞ കളറാണ്. അത് ഈ വണ്ടിയുടെ എക്സ്റ്റീരിയർ മഞ്ഞ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ കളർ വരുന്നത്. മിക്കവാറും ബോഡി കളർ മാച്ച് ചെയ്തിട്ടുള്ള ഒരു ഫിനിഷ് ആയിരിക്കും അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. മഞ്ഞ ഒരു ഇച്ചിരി ഫ്ലാഷിയാണ്. നിങ്ങൾ എക്സ്റ്റീരിയർ അപ്പോൾ യെല്ലോ ആണ് എടുക്കുന്നതെങ്കിൽ അകത്തും ഈ ഒരു കളർ വരും. അകത്ത് എനിക്ക് ഇങ്ങനത്തെ ഫ്ലാഷി കളേഴ്സ് വരുന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല, ഇഷ്ടമുള്ള ആൾക്കാരുണ്ടായിരിക്കും. എന്തായാലും ടോപ്പ് എൻഡ് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് അങ്ങനത്തെ കോമ്പിനേഷനൊക്കെയാണ്. എനിവേ ഈ വേരിയന്റ് മൂലം നമുക്ക് ഓട്ടോ ഡിമിങ് എയർ വിംസ് കിട്ടി തുടങ്ങും. പിന്നെ സൺറൂഫിൻ്റെ AC ഓൾറെഡി പറഞ്ഞാലും നമുക്കത് കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ച്, അതുപോലെ ക്യാബിൻ ലൈറ്റ് സാധനങ്ങളൊക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇനി നമ്മുടെ പാസഞ്ചർ ഡോറിൻ്റെ മെറ്റീരിയലാണ്. സീറ്റ്സിൻ്റെ മെറ്റീരിയൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ നമുക്ക് ബോസ് ബോർഡിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് അവിടെ വരുന്നുണ്ട്. അതുപോലെ സീറ്റ്സിൻ്റെ ഫാബ്രിക് ഫിനിഷാണ് കിട്ടുന്നത്. എക്സ്റ്റൻഡ് സൈഡ് സപ്പോർട്ടിൻ്റെ ഒരു ഓപ്ഷൻ നമുക്ക് ഈ വേരിയന്റ് മൂലമാണ് ഒരു ബ്രോഷറിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സീറ്റ്സ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ഒന്നും ഇപ്പോഴും കൊടുത്തിട്ടില്ല. പക്ഷേ ഏതായാലും സൺവൈസറിൽ ഒരു 8-way അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് തിരിക്കുക, വലിക്കുക, നീട്ടുക, പിടിക്കുക അങ്ങനത്തെ സാധനങ്ങളെല്ലാം ടോപ്പ് എൻഡിലുള്ള അതേ സാധനം തന്നെയാണ് ഒരു ഇതിനകത്തും കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആകെപ്പാടെ ഇതിനകത്ത് മിസ് ഔട്ടായി പോകുന്നു എന്ന് പറയാൻ പറ്റുന്ന ഫ്രണ്ടിൽ വെന്റിലേറ്റഡ് സീറ്റ്സ് മാത്രമാണ്. 360 ക്യാമറ ഒക്കെ ഇതിനകത്തുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കിലാണെങ്കിൽ നമുക്ക്
നമുക്ക് റിയർ AC വെൻസ്, അതുപോലെ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും രണ്ടും 65 വാട്ട്സിന് Type-C ചാർജിങ് പോർട്ട്സ് അവൈലബിൾ ആണ്. ബാക്കിൽ നമുക്ക് 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ കിട്ടുന്നുണ്ട് ഈ വേരിയൻറ്റിൽ. ബേസ് വേരിയൻ്റാണ് 2 ഉണ്ടായിരുന്നുള്ളൂ. സെൻറ്റർ ആംറെസ്റ്റ് അവർ ഈ വേരിയൻറ്റിലും കൊടുത്തിട്ടില്ല. അതൊക്കെ ഇത്രയും പ്രൈസ് കൊടുക്കുന്ന സ്ഥിതിക്ക് ശരിക്കും കൊടുക്കാവുന്ന ഫീച്ചേഴ്സ് തന്നെയായിരുന്നു. പക്ഷേ ഏതായാലും അവരെടുത്ത് കളഞ്ഞ് അത് കൊടുക്കാൻ അവർ കൂട്ടാക്കിയിട്ടില്ല. ഇനി സേഫ്റ്റി ഫീച്ചേഴ്സ് അല്ലാതെ എടുക്കുകയാണെങ്കിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. ABS വിത്ത് EBD, ട്രാക്ഷൻ കൺട്രോൾ, നമ്മുടെ 6 എയർ ബാഗ്സ് ആയിക്കോട്ടെ, 4 ഡിസ്ക് ബ്രേക്സ് ആയിക്കോട്ടെ, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ആയിക്കോട്ടെ എന്ന് പറയേണ്ട എന്താണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ടാറ്റ യൂഷ്വലി വരുത്താറില്ല. അത് നമുക്കിവിടെ ഉറപ്പായിട്ടും പറയാൻ പറ്റും. സോ ഇതാണ് ഈ വേരിയൻറ്റിലുള്ള നമ്മുടെ ഫീച്ചേഴ്സിൻ്റെ കേസ്. ഇനി ഇതൊന്നല്ലാതെ അവർ ഇതിനകത്ത് ഒരു ഡ്രിഫ്റ്റ് മോഡും കൊടുക്കുന്നുണ്ട്. അത് റീവീൽ ഡ്രൈവ് ആയതുകൊണ്ട് വെറുതെ കൊടുത്തായിരിക്കും, വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് പവർ ട്രിം ഓപ്ഷൻസിൻ്റെ ഒക്കെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ വേരിയൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് 2 ബാറ്ററി കൺഫിഗറേഷനാണ് ഈ വണ്ടിയിലുള്ളത്. 63 kWh ഉണ്ട്, 75 kWh ബാറ്ററി പാക്ക് ഉണ്ട്. അതിൽ തന്നെ 2 ബാറ്ററി പാക്കും നമുക്ക് കിട്ടുന്ന ഒരു വേരിയൻറ്റും കൂടിയാണ് ഇത്. സോ അഡ്വഞ്ചറിലാണ് 2 കൂടെ വരുന്നത്. താഴത്തെ പ്യൂർ ആയാലും പ്യൂറസ് ആയാലും നമുക്ക് 63 മാത്രമേ ഉള്ളൂ. മുകളിലത്തെ വേരിയൻസിലേക്ക് വേണമെങ്കിൽ ഏറ്റവും ടോപ്പാണ്, അതായത് എംപവേർഡ് A എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ 75 മാത്രമേ കിട്ടുന്നുള്ളൂ. പക്ഷേ ഈ വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ അഡ്വഞ്ചറിലും എംപവേർഡിലും നമുക്ക് രണ്ടിലും ഈ പറഞ്ഞ 75 63 രണ്ടിൻ്റെ ഓപ്ഷൻ അവൈലബിൾ ആണ്. സോ നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് എടുക്കാം. ഞാൻ ക്ലെയിംഡ് റേഞ്ച് ജസ്റ്റ് പറയാം. നമുക്ക് C75, അതായത് ടാറ്റയുടെ ഒരു ഓണേഴ്സിൻ്റെ ഒക്കെ ഒരു എസ്റ്റിമേഷൻ വെച്ചിട്ടുള്ള C75 ടാറ്റ പ്രൊവൈഡ് ചെയ്യുന്നതനുസരിച്ച് 75 kWh ആണെങ്കിൽ ഏകദേശം ഒരു 510 കിലോമീറ്റേഴ്സിൻ്റെ റേഞ്ചും, അതുപോലെ നമ്മുടെ 63 kWh ആണെങ്കിൽ 430 കിലോമീറ്റേഴ്സിൻ്റെ റേഞ്ചും ഒക്കെയാണ് അവർ പറയുന്നത്. ഓൾമോസ്റ്റ് റിയൽ ലൈഫിൽ കിട്ടുന്ന ഇതിൽ കുറച്ച് കുറവ് എക്സ്പെക്ട് ചെയ്താലും കുഴപ്പമില്ല. ഇനി പ്രൈസ് എടുക്കുകയാണെങ്കിൽ അഡ്വഞ്ചർ മോഡൽ 20.99 lakhs സ്റ്റാർട്ട് ചെയ്യുന്നത്. 63 kWh ആണെങ്കിൽ, ഇനിയിപ്പോൾ 75 kWh ആണെങ്കിൽ ഏകദേശം ഒരു 1.25 ലക്ഷം രൂപ നിങ്ങൾ എക്സ്ട്രാ ഇടേണ്ടി വരും. 22.19 lakhs ആണ് അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അത് വലിയ കുഴപ്പമില്ല. നിങ്ങൾക്ക് അവർ എക്സ്ട്രാ ഏകദേശം ഒരു 80 കിലോമീറ്റേഴ്സിനടുത്തൊക്കെ റേഞ്ച് വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും മുകളിലത്തെ വേരിയൻറ്റിലേക്ക് കൺസിഡർ ചെയ്യാം. കാരണം നമുക്കിപ്പോൾ ഈ പ്രൈസ് പോയിന്റ് കിട്ടുന്ന B6 ഒക്കെ ആണെങ്കിൽ 59 kWh ബാറ്ററി പാക്ക് ആണ് വരുന്നത്. അതിന് മുകളിൽ പിന്നെയുള്ള 79 kWh ആണ്. അത് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്. സോ അതിനേക്കാളൊക്കെ അഫോർഡബിൾ ആയിട്ട് തന്നെയാണ് നമ്മുടെ ടാറ്റ അവരുടെ ഈ ഒരു മോഡൽ വെച്ചിരിക്കുന്നത്. അതും അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. എംപവേർഡിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് അങ്ങനെ സാധനങ്ങളൊക്കെയാണ് കിട്ടുന്നത്. എംപവേർഡ് A എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എഡാസിൻ്റെ ഒക്കെ സംഭവങ്ങളായിരിക്കണം എക്സ്ട്രാ ആയിട്ട് വരുന്നത്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്യുവർ എസ് അല്ലാതെ നമ്മുടെ പ്യുവർ വേരിയൻറ്റും ഇതും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ, അതായത് 2.2 lakhs എക്സ്ഷോറൂമിൽ തന്നെ വ്യത്യാസമുണ്ട്. സോ ഓൺ റോഡ് ഏകദേശം ഒരു 2.4 lakhsൻ്റെ ഒക്കെ അടുത്ത് ഡിഫറൻസ് വരും. അത്രയും എക്സ്ട്രാ പ്രൈസ് കൊടുത്ത് അഡ്വഞ്ചറിലേക്ക് പോകാൻ മാത്രം ഉണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. പ്യൂറിൽ തന്നെ നമുക്ക് 360 ക്യാമറ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലെന്നുള്ളൂ. പിന്നെ നേരത്തെ പറഞ്ഞ ആർക്കേഡ് TV അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് ആകപ്പാടെ മിസ്സിംഗ് ആയി പോകുന്നത്. ബാക്കിയെല്ലാം നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ കിട്ടുന്നുണ്ട്. സോ അത്രയും പ്രൈസ് ഇതിനകത്തേക്ക് മുടക്കുമ്പോൾ വാല്യൂ ഫോണിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ഇതിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ എംപവേർഡിലേക്ക് പോകണമെങ്കിൽ പിന്നെ 2 ലക്ഷം കൂടെ എക്സ്ട്രാ മുടക്കണം. അതിൻ്റെ അകത്ത് പിന്നെ നമുക്ക് കിട്ടുന്ന അത്രയും സാധനങ്ങൾ അതും അത്ര വാല്യൂബിൾ ആണെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ബേസ് മോഡൽ കുറച്ചധികം വാല്യൂ ആണ്. അവിടെയാണ് പ്രശ്നം വന്നിരിക്കുന്നത്. കുറച്ച് ഒരു വാല്യൂ കൂട്ടുമായിരിക്കും, അല്ലെങ്കിൽ മിക്കവാറും ബേസ് മോഡൽ ആർക്കും കൊടുക്കില്ല. അതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് എന്താണ് ഈ വണ്ടിയെ പറ്റി തോന്നുന്നത് ഉറപ്പായിട്ടും താഴെ കമൻസിൽ പറയും. പിന്നെ നമുക്ക് ഈ ഒരു മോഡൽ റിയൽ ഡ്രൈവിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. 235 bhp ആണ് ജനറേറ്റ് ചെയ്യുന്നത്. 340 Nm ടോർക്കും വരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു, അതുകൊണ്ട് പറഞ്ഞാൽ. എനിവേ ഗൈസ്, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസ് ക്ലീൻ പ്രൊഡക്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെ പ്രൊഡക്ട്സ് ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.